വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. പ്രേതദോഷങ്ങൾ ചില വ്യക്തികൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് വളരെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. സാധാരണ കുളിക്കുക, രാവിലെ എണീറ്റ് കുളിച്ച് കുറി തൊടുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പ്രാർത്ഥിക്കുക, വിളക്കൊക്കെ വെച്ചിട്ട് ധർമ്മദൈവങ്ങൾക്കൊക്കെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ശരീരത്തിൽ അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കുളിക്കില്ല, ദൈവത്തിന് തൊഴില്ല, അമ്പലങ്ങളിലേക്ക് പോകാനായിട്ട് അവർക്ക് താല്പര്യപ്പെടില്ല, വീട്ടിലുള്ള ഫോട്ടോയുടെ അടുത്ത് തന്നെ വിളക്ക് വയ്ക്കാനല്ല, ക്ഷേത്രം ഉണ്ട് വെച്ചെങ്കിൽ അവിടെ വിളക്ക് വയ്ക്കാനായിട്ടോ അവർക്ക് ഇഷ്ടപ്പെടില്ല. മറ്റുള്ളവരെ തടയുകയും ചെയ്യും, എന്തിനാ വിളക്ക് വയ്ക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. അതേപോലെ തന്നെ ശരീരത്തിലൊക്കെ ഭയങ്കര ഭാരമായിരിക്കും അയാൾക്ക്. ചില സമയങ്ങളിൽ പല മൂഡുകളുണ്ടാവും. പല സമയങ്ങളിൽ ചിലപ്പോൾ തലവേദന വരും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരു രൂപം, അല്ലെങ്കിൽ സംസാരിക്കുന്ന ഇയാൾക്ക് കേൾക്കാം, ഇവർ അതിന് മറുപടി പറയണത് നമുക്കും കേൾക്കാം. പക്ഷെ അവിടെ ആരും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഊഹിച്ചെടുക്കണം. പക്ഷെ അവർക്ക് വ്യക്തമായിട്ട് കാണാം. അത് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. അത് കുറച്ചായിട്ട് അങ്ങനെ അതിൻ്റെ സാന്നിധ്യം കൃത്യമായിട്ട് അവരുടെ ശരീരത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഏറ്റിരിക്കുന്ന ആ സാന്നിധ്യം അത് ഇതിനെ വിട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ അവർ സംസാരിക്കുന്നത്, ചിരിക്കുന്നത്, അതേപോലെ തന്നെ കരയുന്നത്, അല്ലെങ്കിൽ അവരുടെ ദുഃഖം, മറ്റുള്ള ആരുടെ ദുഃഖം ഇയാൾ അനുഭവിക്കുക, ഇയാൾ കരയുക അല്ലെങ്കിൽ ചിരിക്കുക, അങ്ങനെയുള്ളതായ. അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗൗരവം വരും. അത് ഈ രക്ഷസിൻ്റെ ഒക്കെ ദുരിതങ്ങളുണ്ട് വെച്ചാലാണ് അങ്ങനെ സാന്നിധ്യം ഉണ്ടെങ്കിലാണ്, ബാധകളുണ്ട് വെച്ചാൽ അങ്ങനെ. സാധാരണ ചിരിച്ച് പെട്ടെന്നാണ് അവർക്ക് അത് ദേഷ്യപ്പെടുക. അത് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അവർ വളരെ സൈലൻ്റായിട്ട് പിന്നെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്നാവും അവർ അതുമാതിരി മാറിപ്പോവുക. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, പ്രേതദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുക, അകാരണമായിട്ട് ദേഷ്യപ്പെടുക. ഇപ്പോൾ മദ്യം കഴിക്കുന്നവരാച്ചെങ്കിൽ അത് ഓവറായിട്ട് മദ്യം കഴിക്കുക, വീട്ടിലേക്ക് വരാതിരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലാണ് അതിൻ്റെ കൂടുതൽ ബുദ്ധിമുട്ടുള്ള വെച്ചെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ അവിടെ തന്നെ ഇരിക്കുക. പഠിക്കുന്ന പിള്ളേരെ വെച്ച് പഠിക്കാനായിട്ട് പോകാൻ പറ്റില്ല, ജോലിക്ക് പോകുന്നവരാണെങ്കിലോ. കാരണം ആ സമയം എങ്ങനെയും തെറ്റിച്ച് കഴിഞ്ഞാൽ അവരിവിടെ ഉണ്ടാകും. അപ്പോൾ അത് അവരായിട്ട് ഇരിക്കാൻ, സമ്പർക്കമായിട്ട് അല്ലെങ്കിൽ അവരായിട്ടുള്ള ഒരു ചേർച്ചയിൽ ഇരിക്കാനായിട്ട് വളരെ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ പിന്നെ അത് അങ്ങനെയല്ലേ, ഇതിങ്ങനല്ലേ, പാമ്പിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രേതത്തിൻ്റെ ഈ 2024 അങ്ങനെ ചോദിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ ഈ 2024 രോഗങ്ങൾ, ഒരുപാട് രോഗങ്ങൾ മുന്നേ ഉള്ളതുണ്ട്, ഇപ്പോഴും ഉള്ളതുണ്ട്. അതിനൊന്നും മറികടക്കാനായിട്ട് ആർക്കും കഴിയില്ല. പുതിയ സംഗതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ അത് തൽക്കാലം ഉണ്ടാക്കിയിട്ടുള്ളതല്ല, ഈ 2024 ഉണ്ടാക്കിയിട്ടുള്ളതല്ല പ്രേതദോഷങ്ങളോ അതേപോലെ തന്നെ ആഭിചാരങ്ങളോ മറ്റ് ഉള്ള ദുരിതങ്ങളൊക്കെ. ഇത് ഏതോ കാലം മുതലേ ഉണ്ട്, ഇത് ലോകാവസാനം വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ വ്യക്തികൾ മാറുക, അത് വ്യക്തികൾക്കാണ് മാറ്റം ഉണ്ടാവുള്ളൂ, ഇതിനൊരിക്കലും മാറ്റം ഉണ്ടാവില്ല. പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ സംഭവത്തിന് ഒരിടത്തിലും മാറ്റം ഉണ്ടാവില്ല, വ്യക്തികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ചിലർ അത് മനസ്സിലാക്കാതെ എന്തൊക്കെയോ അതൊക്കെ കിട്ടിയിട്ട് അത് വലിയ സംഭവമായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന കാരണം അറിവില്ലായ്മ അറിവായിട്ട് അവർ ശോഭിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അവിടെയാണ് വീണു പോവുക. അപ്പോൾ നന്നായി ഇതിനെക്കുറിച്ച് പലതവണ അറിഞ്ഞിട്ടുള്ളവർ, പലതവണ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ് വെച്ചെങ്കിൽ അത്തരം ഈ ചെറിയ കേസുകൾക്കൊക്കെ അല്ലെങ്കിൽ ഇതൊരു വലിയൊരു സംഭവമായിട്ട് അത് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് നിൽക്കില്ല. അപ്പം ഞാനിപ്പോൾ അറിയുന്ന കാരണം, ഇപ്പോൾ അത് പറയുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ അറിയുന്നവർ നമ്മൾ ഇതുപോലെ പറയുമ്പോൾ ഇതിനൊരു വേദിയിൽ അതിന് ക്ലാസ് വേണം പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് കാരണമാണ് നമുക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് എന്നെ കളിയാക്കാം, യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇത് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഒരു തുണ്ടായാലും ഇതിന്ന് കിട്ടും. ഒരു തുണ്ടായാലും ഈ അറിവെന്ന് നിങ്ങൾക്ക് കിട്ടും, പകർത്താനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഓരോ ബുക്കുകൾ, ഇപ്പോൾ ഈ ഡിറ്റക്റ്റീവ് നോവലായാലും ശരി, പ്രേത നോവലായാലും ശരി, അദ്ദേഹം അറിയുന്ന ആളാണ് അതിനെക്കുറിച്ച് എഴുതുന്നത്. അതിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നമ്മുടെ കർമ്മ മേഖലയ്ക്ക് പകർത്താനായിട്ട് കഴിയാം. കാരണം അങ്ങനെ പ്രേതങ്ങളെ കുറിച്ചിട്ടുള്ള അവരായിട്ടുള്ള ആ അടുപ്പം, ആ വരവ് പോക്ക്, അതിനെ നിർവീര്യമാക്കുന്നത് അല്ലെങ്കിൽ അത് പ്രതികരിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് സംഗതികളൊക്കെ കാണാനും കേൾക്കാനൊക്കെ കഴിയും. അപ്പം അത് സത്യത്തിൽ
ഒരു ഗുരുനാഥൻ്റെ ഒപ്പം നടന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് കണ്ട് കേട്ടും നീങ്ങുന്ന ഒരു അനുഭൂതി ഉണ്ടാക്കുക അത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത്, അപ്പോൾ അത്തരം ഇങ്ങനെ പ്രേതദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ ഇതേപോലെ തന്നെ കാരണമായിട്ട് വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ തല്ലുണ്ടാക്കുക, പിന്നെ ശരീരത്തിലൊക്കെ കനം തോന്നുക, ആരൊക്കെ ശരീരത്തിൽ വന്ന് ചിലവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കല്ലെടുത്ത് മേത്തിടിച്ച മരിയവർക്ക് വേദന നേരം മുഴുക്കുമ്പോഴേക്കും, പിന്നെ ഒരു വഴിക്കും പോകാനായിട്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ കുളിക്കില്ല, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ, മറ്റുള്ളവരായിട്ടുള്ളതായ അകലച്ചകൾ ഉണ്ടാകുക, രോഗങ്ങൾ ഇതിനെ ഉറക്കില്ല അതിങ്ങനെ പിച്ചും പേരും വിളിച്ച് പറയാം, അങ്ങനെ ആയിട്ട് അദ്ദേഹം ആ ലോകത്ത് മാത്രമായിട്ടിരിക്കും. അങ്ങനെ 1 വർഷം 2 വർഷമൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ ഈ സംഗതിയോട് കൂടിയിട്ട് അടുപ്പം കൂടും തോറും അവർ ഒറ്റപ്പെട്ട് മറ്റുള്ളവരും ഒറ്റപ്പെട്ടു പോകും. ഇയാൾക്ക് കൂട്ടാതുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പിറുപിറുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ കാണിക്കുക. അപ്പോൾ ആ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ കുറേയൊക്കെ മരുന്നുകളൊക്കെ തന്നു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയും, അദ്ദേഹത്തിന് യാതൊരു കേടുമില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോട്ടോ എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ള ആളുകളുണ്ട്, പറയുന്നവരുണ്ട്. കാരണം അത് ഇന്ന കാരണങ്ങളെ കൊണ്ടാണ് ഇതുണ്ടാകുക, ഇന്ന കാരണങ്ങൾ, അതേപോലെ തന്നെ ഇന്ന മരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫലവത്താകും അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് അവർ ചെയ്യുക. പക്ഷേ ഇതൊന്നും അതിലേക്ക് മാച്ചാവില്ല. അങ്ങനെ വരുമ്പോഴാണ് ഡോക്ടർമാരായാലും പറയാം, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി കണ്ടോളൂ, അത് മുഴുവൻ രോഗത്തിൻ്റെ അല്ല എന്നുള്ളത് അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് അങ്ങനെ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് നമ്മൾ നല്ലൊരു ജ്യോതിഷൻ്റെ കരുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഇന്നമാതിരി ദുരിതങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ അത് ചെയ്യുക. കുറേ പരീക്ഷിക്കാനോ കുറേ സ്ഥലങ്ങളിലേക്ക് കയറി ഇറങ്ങാനോ ഇടവരരുത്. അങ്ങനെ ഇതിനെ ഒരു ജ്യോതിഷൻ്റെ അടുത്തേക്ക് പോകാന്ന് വെച്ചാൽ, ഈ വ്യക്തിനും കൊണ്ടുപോകാൻ പോകാന്ന് വെച്ചാൽ 100,000 തടകളുണ്ടായിരിക്കുക. അത് നമുക്ക് ഇന്ന് പോകണം നാളെ പോകണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ മരണമോ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ മെൻസസ്സാകലോ, അല്ല മറ്റെന്ത്, അങ്ങനെ ഏത് തരത്തിലായാലും ശരി അതിന് മുടക്കുകൾ ഉണ്ടാകും പോകാതിരിക്കാനായിട്ട്. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ നോക്കിയറിഞ്ഞ് അതിന് പരിഹാരം ചെയ്തു. ആ പരിഹാരം ചെയ്തതിൽ ആ ദോഷങ്ങളെ കൃത്യമായിട്ട് നിർവീര്യമാക്കാൻ അതിൻ്റെ ശരീരത്തിൽ നിന്ന് പിടിച്ച് കെട്ടാൻ പറ്റുന്ന, ബന്ധിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ അതൊക്കെ നോക്കി അറിയും, കിട്ടുമോ കിട്ടില്ല എന്നൊക്കെ അറിയും. അതിനെ പ്രതിമയിലേക്കോ അല്ലെങ്കിൽ ചതുർബാഹുവിലേക്കോ ആവാഹിച്ച് അതിന് ഉചിതമായ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ഭണ്ഡാരത്തിലൊക്കെ സമർപ്പിക്കുക, ഇത്ര പിന്നെന്താ പായസം, നെയ്വിളക്ക് ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരമായിട്ട് അല്ലാച്ചെങ്കിൽ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിനെ ഗതി വരുത്തുക. അങ്ങനെ പ്രേതമോക്ഷം വരുത്തിയിട്ട്, അതുപോലെ തിലഹോമം, ക്ഷേത്രപിണ്ഡ സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്തിട്ട് അതിനെ പ്രേതമോക്ഷം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഗതി വരുത്തുമ്പോൾ ഈ ദുരിതങ്ങളൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ടാകും. ഒപ്പം അവരുടെ ധർമ്മദൈവങ്ങളുടേതായ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തീർത്ത് അതിനെ ബലവത്താക്കുക. അപ്പോൾ അതിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് കഴിയും. അപ്പോൾ ഈ പ്രേതദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക. ഞാൻ കുറേ സംഗതികൾ പറഞ്ഞു, ഇനിയും പറയാനുള്ളതുണ്ട് അവരെ അനുഭവിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇത്തരക്കാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ വെച്ച് നീട്ടാതെ കണ്ട് കൃത്യമായിട്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യുക. ആ കർമ്മങ്ങൾ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അത് ഹിന്ദു ആണ് വെച്ചെങ്കിൽ അവരുടെ ധർമ്മദൈവങ്ങളെ നന്നായിട്ട് പരിപാലിക്കുക, അവരുടെ ദുരിതങ്ങളൊക്കെ തീർത്തിട്ട്. ഒരു ക്രിസ്ത്യൻ സഹോദരനാണ് വെച്ചെങ്കിൽ ആർക്കും കേൾക്കാമല്ലോ. അപ്പോൾ ക്രിസ്ത്യൻ സഹോദരനാണ് വെച്ചെങ്കിൽ അവരുടെ പള്ളിയെ പ്രാർത്ഥന, കുമ്പസാരം, അതേപോലുള്ളതായ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ അതിൽ മാത്രം അവർ നിൽക്കുക. എല്ലാ മാസത്തിലുണ്ടെങ്കിൽ കുമ്പസാരിക്കുക. അതേപോലെ തന്നെ അവരുടെ പൂർവികരൊക്കെ മരണപ്പെട്ടു പോയി അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് മെഴുകുതിരി കത്തിക്കുക, ഒപ്പീസ് ഒക്കെ ചെല്ലുക. ഒരു ഇസ്ലാം സഹോദരനാണ് വെച്ചെങ്കിൽ 5 നേരം നമസ്കാരം, ഇന്ന് പലർക്കും 5 നേരം നമസ്കാരം പോയിട്ട് ഒരു നേരം പോലും ചെയ്യാത്തവരുണ്ടാവും. വെള്ളിയാഴ്ച ചിലപ്പോൾ ജുമാക്ക് പോകും, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. അപ്പോൾ ഈ ജുമാക്ക് പോലും അതേപോലെ തന്നെ ഈ 5 നേരം നമസ്കാരം, അതുപോലെ അവരുടെ മരണപ്പെട്ടു പോയിട്ടുള്ളവർ കത്തോതുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ദുരിതങ്ങളൊക്കെ ഏറ്റിട്ടുള്ളവർക്കൊക്കെ അത് വിട്ടുമാറാനായിട്ട് ഇടവരും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.